ഹായ് ജിറ്റിഎച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് ഒരു വലിയ ബ്രേക്കിന് ശേഷം വീണ്ടും സ്വാഗതം. പള്ളി ചട്ടമ്പി, ടൊവിനോ തോമസ്, ഖയാദു ലോഹാർ, വിജയരാഘവൻ എന്നിവർ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന പള്ളി ചട്ടമ്പി. ലിജോ ജോസ് ആന്റണിയുടെ സംവിധാനം, ജിക്സ് ബിജോയുടെ മ്യൂസിക്. ലിജോ ജോസ് ആന്റണി നിങ്ങൾക്കറിയാം, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നിവയുടെ സംവിധായകനാണ്. ഈ പടവും ഒരു പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള പടമാണ്. ഇതിൽ ആദ്യം കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വിമോചന സമരം നടക്കുന്ന കാലഘട്ടമാണ്. ലോകത്തിലെ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റായ കേരളം എന്നാണ് കാണിക്കുന്നത്. ഇത് ഫാക്റ്റാണോ ഫിക്ഷനാണെന്ന് ചോദിച്ചാൽ, ഈ സിനിമ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ സംഭവം അങ്ങനെ ഇരുന്നോട്ടെ. ഇനി അഥവാ അത് ഫാക്റ്റായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇൻഫർമേഷൻ തെറ്റാണ്. കാരണം സാൻ മെറിനോ, ഇറ്റലിയയിൽ ചുറ്റപ്പെട്ട സാൻ മെറിനോ ആണ് ലോകത്തിലെ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. പക്ഷേ ഇത് ഫിക്ഷണൽ സിനിമ, ഹിസ്റ്റോറിക് ഫിക്ഷനായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. ടൊവിനോയുടെ അഭിനയം കുഴപ്പമില്ല. പക്ഷേ ഈ കഥാപാത്രവും ഈ സിനിമയും നമ്മളെ പല മമ്മൂട്ടി ചിത്രങ്ങളെ ഓർപ്പിക്കും. എസ്പെഷ്യലി ഒരു മറവത്തൂർ കനവ്, കോട്ടയം കുഞ്ഞച്ചൻ എന്നിവ. ആ ഒരു ടോണിലാണ് ഇതിൻ്റെ തുടക്കം. അറ്റ്ലീസ്റ്റ് ഖയാദു ലോഹാർ, ഷീ ഈസ് ലൈറ്റ്സ് ഓഫ് ദ സ്ക്രീൻ whenever she is on the screen. പക്ഷേ വാ തുറന്ന പ്രശ്നമാണ്. കാരണം ഡബ്ബിങ് ഭയങ്കര മോശം. ചുണ്ടെങ്ങോട്ടോ പോകുന്നു, ഡയലോഗ്സ് അങ്ങോട്ടോ പോകുന്നു. അത് മാത്രമല്ല, ഖയാദു ലോഹാറിൻ്റെ ഡയലോഗ്സ് ഒരു പ്രത്യേക മലയാളം, ഭയങ്കര ഫോമൽ മലയാളം, ബാക്കി ക്യാരക്ടേഴ്സുമായിട്ട് ചേർന്ന് പോകുന്നതേ അല്ലത്. അങ്ങനെ ഡയലോഗ് ഡെലിവറിയും മോശം, ഡയലോഗ്സും മോശം, ഈ ഡബ്ബിങ്ങും ഭയങ്കര അരോചകം ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ക്യാമിയോ ഉണ്ട് ഇതിനകത്ത്, പ്രധാനപ്പെട്ട ഒരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോയ്ക്ക് ശേഷമാണ് ഈ കഥ മോശമാവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അതുവരെ വലിയ കുഴപ്പം ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു പടമായിരുന്നു, കഥയായിരുന്നു. അതിന് ശേഷം ആ പടം എന്താണെന്ന് പിന്നണി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ കഥ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാത്ത പോലെ തോന്നി. അതേ കണക്ക് തന്നെ ക്യാരക്ടർ, ടൊവിനോയുടെ ക്യാരക്ടർ, പള്ളിച്ചട്ടമ്പി അല്ലെങ്കിൽ പോത്തൻ ക്രിസ്റ്റഫർ എന്ന ക്യാരക്ടർ എങ്ങോട്ടാണ് പോകുന്നതെന്നും എനിക്ക് ക്ലിയർ ആയില്ല. കാരണം കൺഫ്യൂസ് ചട്ടമ്പി എനിക്ക് തോന്നി. കാരണം ഈ ക്യാമിയോയ്ക്ക് ശേഷം ഇതൊരു ആംബിഷ്യസ് പെട്ടെന്ന് ആക്കി എടുത്തേക്കാം എന്ന പോലെയാണ് കഥയുടെ പോക്ക്. പിന്നെ വളരെ അതിശയോക്തി ചേർന്ന, അതുവരെ ഫാക്ട്സുമായി കുറച്ച് താതാത്മ്യം ഉണ്ടായിരുന്ന കഥ പെട്ടെന്ന് വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ പടത്തിൽ ഒരുപാട് ഫീൽ ഗുഡ് മൊമെൻറ്റ്സ് ഉണ്ട്. മലയാളിക്ക്, എസ്പെഷ്യലി ഒരു മലയാളിക്ക് മാത്രം പിടികിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് ഗൂസ് ബംപ് മൊമെൻറ്റ്സ് ഇതിലുണ്ട്. അത് പറയാതെ വയ്യ. ഈ ക്യാമ്പിക്ക് ശേഷമുള്ള കഥയും കഥാപാത്രങ്ങളും ഒരു ആംബിഷ്യസ് രീതിയും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പടം ഒരു എൻ്റർടൈനിങ് വാച്ചാണ്. ഒരു എബവ് ആവറേജ് ഫീൽ ഗുഡ് മൂവി എന്നോ എൻ്റർടൈനിങ് പടമെന്നൊക്കെ പറയാവുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. 3 stars out of 5 for ടൊവിനോ തോമസ്, പള്ളിച്ചട്ടമ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.